തിരുവനന്തപുരം നെടുമങ്ങാട് സൂര്യ സിനിമാ തിയേറ്ററിൽ ജീവനക്കാരനെ യുവാവ് മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ അരുവിക്കര സ്വദേശി അനിൽകുമാറിന് മുഖത്തും നെഞ്ചിനും പരിക്കേറ്റു. നെടുമങ്ങാട് സ്വദേശി റാഫിയാണ് മർദ്ദിച്ചത്. സീറ്റിൽ കാലുവെച്ചത് മാറ്റാൻ പറഞ്ഞതിനാണ് മർദ്ദനമെന്നാണ് പരാതി. ജീവനക്കാരനെ യുവാവ് മർദ്ദിച്ച CCTV ദൃശ്യം പുറത്ത്. ഒരു കാരണമില്ല സംസാരിക്കാൻ അങ്ങനെ കണ്ട ഉടനെ കൊത്തുകൊന്നു. 3-4 അടി അടിച്ചു. ഞാൻ തന്നെ ഓടി വന്ന് പിടിച്ച് മാറ്റാൻ നോക്കിയത്. സിനിമയ്ക്ക് വന്നു, ടിക്കറ്റ് എടുത്ത് വന്നു. അയാൾ എടുത്തുകൊണ്ട് വന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് A22 സീറ്റായിരുന്നു. അതിലിരുന്നപ്പോൾ ഇരുത്തുന്ന ജോലിയാണ് എൻ്റെ തിയേറ്ററിൽ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അയാൾ കാലെടുത്ത് ഫ്രണ്ട് സീറ്റിൻ്റെ മുകളിൽ ചവിട്ടിയിരിക്കുന്ന കണ്ടുകൊണ്ട് ചേട്ടാ കാലൊന്ന് താത്തി വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. എൻ്റെ ഒരിക്കൽ പോടാമെന്നും പറഞ്ഞിട്ട് അവിടെ കയറിയിരുന്നു. കുറച്ച് അപ്പം കഴിഞ്ഞപ്പോൾ ഒരു 2 സ്ത്രീകളും ഒരു പയ്യനുമായിട്ട് അതിൻ്റെ ബിയിൽ 25, 26, 27 ടിക്കറ്റ് നമ്പർ കൊണ്ടുവന്നു. അത് ഞാൻ അവരെ കൊണ്ടിരുത്തിയപ്പോൾ ഇവൻ പറഞ്ഞു അവന് മനഃപൂർവ്വം അവനെ കാല് മാറ്റിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുപോയതെന്നുള്ള വിശ്വാസത്തിൽ അവൻ ഇടിച്ചു. ആദ്യം എൻ്റെ കുറുക്കിൽ ആഞ്ഞൊരു ഇടിച്ചു തിയേറ്ററിനകത്ത് വെച്ച്. അവിടുന്ന് പുറത്ത് വന്നിട്ടാണ് ഈ ഒരു കണ്ണിൽ ഭാഗത്ത് ഇടിച്ചതും വീഴുമായിട്ട് തന്നെ അവിടെ ഉപദ്രവിക്കുകയും ചെയ്തു. സനിസ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സനിസ, എന്താണ് ഇയാൾ പറയുന്നത്? അതുപോലെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? കേസ് എടുത്തിട്ടുണ്ടോ? സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് ആരതി. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ നെടുമങ്ങാട് സ്വദേശിയായ റാഫി സിനിമ കാണാൻ വേണ്ടി സൂര്യ തിയേറ്ററിലേക്ക് എത്തുന്നത്. മുൻവശത്തെ മറ്റൊരു സീറ്റിൽ കാല് കൊണ്ട് ഇയാൾ ചവിട്ടുകയായിരുന്നു. ഈ ഡോർ കീപ്പറായിട്ട് നിൽക്കുന്ന ആളാണ് ഈ ശശികുമാർ. അരുവിക്കര സ്വദേശിയായ അനിൽകുമാർ. ഈ അനിൽകുമാർ 2 വർഷമായി ഇവിടുത്തെ ജീവനക്കാരനാണ്. ഇയാൾ ഈ ഡോർ കീപ്പറായിട്ടുള്ള ഇയാൾ ഇത് തടയുകയായിരുന്നു. ഇത്തരത്തിൽ സീറ്റിൽ ചവിട്ടുന്നത് തടയുകയായിരുന്നു. ഈ സീറ്റിന് മുൻപായിട്ട് ഇരിക്കുന്നത് ഒരു ഫാമിലി ആയിരുന്നു. അതിനെ തുടർന്ന് ഇയാൾ ഇത് തടഞ്ഞതോടെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇത്തരത്തിൽ ഈ അനിൽകുമാറിനെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് തിയേറ്ററിനുള്ളിൽ വെച്ച് മർദ്ദിക്കുകയും തുടർന്ന് പുറത്ത് വെച്ചും ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തെ തുടർന്ന് മുഖത്തും അതുപോലെ തന്നെ മറ്റിടങ്ങളിലുമൊക്കെ ഈ അനിൽകുമാറിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. മുഖത്തും നെഞ്ചിലുമൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ നെടുമങ്ങാട് പോലീസിന് പരാതി നൽകുകയും നിലവിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആരതി.